ഹലോ, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡെലീഷ്യസ് ബ്രിഞ്ചൽ പെപ്പർ ഫ്രൈ ആണ്. ഇത് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചോറിൽ പച്ചമോര് ഒഴിച്ച് ഇതിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റായ തൃപ്തിയായിട്ടുള്ളൊരു ഊണായിരിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 3 മീഡിയം ബ്രിഞ്ചാൾ വേണം. അത് നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഒരു മീഡിയം സവാള, അതും സ്ലൈസ് ചെയ്തെടുക്കണം. 2 പച്ചമുളക്, അത് നേരിയതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്രിഞ്ചാളൊക്കെ ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഇതേപോലെ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തതാണിത്. ഇത്ര നേരിയതായിട്ട് അരിഞ്ഞെടുത്താലേ ഇത് എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കാൻ പറ്റുള്ളൂ, പെട്ടെന്ന് വാടിക്കിട്ടും. അതുപോലെ തന്നെ ബ്രിഞ്ചാളും അരിയണം നേരിയതായിട്ട്. പിന്നെ ഞാൻ പച്ചമുളക് ഇതുപോലെ നേരിയതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം കേട്ടോ. നന്നായിട്ട് സവാള ഒന്ന് മൊരിഞ്ഞ് വരണം. ഈ ബ്രിഞ്ചാൾ പെപ്പർ ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഓഫീസിലൊക്കെ ചോറ് കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. മോര് കാച്ചതിൻ്റെ കൂടെ ഇത് കഴിച്ചാൽ നല്ല കോമ്പിനേഷനാണ്. പിന്നെ പച്ചമോരിൻ്റെ കൂടെയാണ് ഇത് കൂടുതൽ ഇഷ്ടം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക. മഞ്ഞളിൻ്റെ പച്ചനിറം മാറുന്നത് വരെ നമുക്ക് 2 മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വളരെ നേരിയതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇത് സവാളയോട് കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ചൂടാവുകയും വേണം. ഇതിൽ നമ്മളൊട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാറില്ല ഇതിനകത്ത്. ബ്രിഞ്ചാളിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വേകാനുള്ള വെള്ളം ഉണ്ടാവും. നമുക്ക് പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണതാണല്ലോ. അപ്പം ഒട്ടും വെള്ളം ചേർക്കരുത്. ചേർത്താൽ അത് കുഴഞ്ഞു പോകും, ഫ്രൈ ആയി കിട്ടില്ല. അപ്പം അണിയനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കവർ വെച്ച് 2 മിനിറ്റ് വേവിക്കണം. നന്നായിട്ട് ചൂടായതിന് ശേഷമേ കവർ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിരുന്നു. ഉപ്പ് കൂടിപ്പോയാലും ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പുമായിട്ട് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്കിത് കവർ ചെയ്ത് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ വേപ്പർ വെള്ളം അതിനകത്ത് വീഴാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇത് ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കവർ ചെയ്ത് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ലിഡ് തുറക്കുമ്പോൾ ആവിവെള്ളം അതിനകത്തേക്ക് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് മൂടി തുറന്നിട്ട് ആവിവെള്ളം വേറെ പുറത്തേക്ക് നമ്മൾ തുറന്നെടുക്കണം. ആവിവെള്ളം വീണാൽ ഇതിനകത്തേക്ക് വഴുവഴുപ്പ് പോലെ ഒരു ഇതായി പോകും. അത് വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വെള്ളമൊക്കെ വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വരികയാണ്. നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റായ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ബ്രിഞ്ചാൾ പെപ്പർ ഫ്രൈ ആണല്ലോ ഇത്, അപ്പോൾ പെപ്പറാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്ത് ചേർക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്യുക. 2-3 മിനിറ്റ്. ഇത് ഏകദേശം റെഡിയായി വരികയാണ്. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പെപ്പറിൻ്റെ ആ കുത്തലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെപ്പറിലെല്ലാം പോയി അതിൻ്റെ അടിയിലൊക്കെ പാനിൻ്റെ അടിയിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. 3 മിനിറ്റ് ഏകദേശം ആയി കഴിയുമ്പോഴേക്കും നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആയി വരുന്നു. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ബ്രിഞ്ചാൾ പെപ്പർ ഫ്രൈ ഞാനിവിടെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതിൽ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.